ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ചില മീൻ വിഭവങ്ങൾ നമ്മളെ വല്ലാതെ കൊതിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് കപ്പയും മീനുമായുള്ള കോമ്പിനേഷൻ മലയാളികളുടെ മാത്രം ഒഥൻറ്റിക്കായ ഒരു ഐറ്റം തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈൽ ഒരു മീൻ തോരനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഒരു 1/2 കിലോ ചൂര മീൻ ഞാൻ നന്നായിട്ട് കഴുകി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് വേണം. നെല്ലിക്ക വലുപ്പത്തിന് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക്, 100 ഗ്രാം ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയായാലും മതി. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2-3 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പിലയും. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മൺചട്ടി ആയാലും മതി. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്യാം. എന്നിട്ട് ആ നുറുക്കി വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടൊമാറ്റോയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ആ മീനൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പുളി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. മീനിന് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കണം. എന്നിട്ട് നമുക്കിതിന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വേകട്ടെ. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ആ ജാറിലേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും, എന്നിട്ട് ആ തിരുമ്മി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് തോരൻ അരയ്ക്കുമ്പോൾ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. മീനിവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു ചെറു തീയിൽ വേണം നമുക്കിനി ഇത് വേവിച്ചെടുക്കാൻ. നമ്മുടെ ചൂര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേ അരപ്പ് തന്നെ നിങ്ങൾക്ക് നെത്തോലി മീനും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തോരന് നിങ്ങൾക്ക് നെമ്മീനോ നെത്തോലിയോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കൊതിപ്പിക്കുന്ന ചൂര മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂട്ടായിട്ട് ഞാനിവിടെ കപ്പ പുഴുങ്ങിയതാണ് റെഡിയാക്കിയിരിക്കുന്നത്. കപ്പ പുഴുങ്ങി ഞാൻ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. ഈ ഡിഫറെൻറ്റ് സ്റ്റൈൽ മീൻ തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.